ഹലോ ഗേയ്സ്, നമ്മളിന്നത് ഐഫോൺ വാങ്ങിക്കാൻ വേണ്ടി പോവുക കേട്ടോ. ഐഫോൺ 16 ഇറങ്ങിയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വെസ്റ്റ് ബൈയിലേക്കാണ് കേട്ടോ പോകണേ. വെസ്റ്റ് ബൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ, ഞാൻ മുമ്പ് വീഡിയോയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. നമ്മളങ്ങനെ ദേ ഷോപ്പിലെത്തി. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് മുമ്പേ ഒന്നുമല്ല. ഇതിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. പക്ഷേങ്കിൽ നമ്മൾ ഇത് ബുക്ക് ചെയ്ത ഓൾറെഡി ആ ടൈമിൽ തന്നെ ഇവിടെ ഷോപ്പിലുണ്ടായിരുന്ന സാധനം. അതുകൊണ്ട് നമ്മളിപ്പോൾ അതേ വേഗം തന്നെ വന്നു. അപ്പോൾ ഈ ഷോപ്പിൻ്റെ വീഡിയോയൊക്കെ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ അതേ ഈ പിക്കപ്പ് ചെയ്യണ ഏരിയയിലേക്കാണ് വന്നേക്കണത്. ഈ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഈ സൈഡിൽ ഇത് കണ്ടില്ലേ, മൊത്തം ഇങ്ങനെ ഓരോരുത്തർ ബുക്ക് ചെയ്തേക്കണ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ വെച്ചേക്കണം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇത് കണ്ട മൊത്തത്തിൽ ഇങ്ങനെ ഓരോരുത്തർ ഓർഡർ ചെയ്തേക്കുക. ഫോണല്ല കേട്ടോ, ഫോൺ മാത്രമല്ല, ഓരോ ഐറ്റംസുകൾ, ഇലക്ട്രോണിക് ഓരോരോ ഐറ്റംസുകളൊക്കെയാണ്. അങ്ങനെ നമുക്ക് ചെന്നപാടെ തന്നെ അതേ ഫോൺ കിട്ടി കേട്ടോ. ഐഫോൺ 16 പ്രോയാണ് നമ്മൾ വാങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ മാക്സും ഈ പ്രോയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പ്രോ തന്നെ വാങ്ങിയത്. അങ്ങനെ ദേ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് തന്നെ അങ്ങനെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഐഫോൺ 16 എല്ലാ വെർഷനും ഇവിടെ ഉണ്ട്. ഐഫോണ്, പ്രോ, മാക്സ് എല്ലാ ഫോണും ഉണ്ട്. പിന്നെ അതിൻ്റെ കുറേ ടാബും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇത് ഐഫോൺ പ്രോയാണ് കേട്ടോ. അല്ല, പ്രോ അല്ല, വെറും ഐഫോൺ തന്നെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ മാറ്റങ്ങളും വ്യത്യാസങ്ങളും എന്നൊക്കെ പറയാനായിട്ട് കൂടുതൽ പറയാനൊന്നും അറിയില്ല കേട്ടോ. പുതിയ ഫോണിന് പുതിയതായിട്ട് ഒരു എന്താ പറയുക, സ്വിച്ചൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയണത്. ഇത് പ്രോ മാക്സ് ആണ് കേട്ടോ. സോറി, ഇത് പ്രോയാണ്. അതായത് നമ്മൾ വാങ്ങിയ ഫോണാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. ഇത് കണ്ടില്ലേ, ഇതാണ് ആ സൈഡിലുള്ള ബട്ടൺ. അതിങ്ങനെ നമുക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നീക്കിയാൽ ഫിൽറ്ററും അതുപോലെ സൂമിങ്ങും ഒക്കെ ചെയ്യാം. ഇതാണ് പ്രോ മാക്സ്. അപ്പോൾ ഇതിനും രണ്ടിനും തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇത് ഇത്തിരി വലിപ്പം കൂടുതലുണ്ട് കേട്ടോ. നമുക്ക് കയ്യിൽ പിടിക്കാനും ഒക്കെ ഒരു സൗകര്യക്കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രോ തന്നെ വാങ്ങിയത്. പ്രോ മാക്സ് ഇത് കണ്ടില്ലേ, ഇത്തിരി വലിപ്പം കൂടുതലാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ അത് എത്രമാത്രം അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇതേ നമ്മൾ അവിടെ വെച്ച് തന്നെ അൺബോക്സ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഈ പഴയ ഫോണിൽ നിന്ന് ഇതിലേക്ക് എല്ലാം ഇങ്ങനെ ഡാറ്റാസൊക്കെ കയറ്റണമല്ലോ. പിന്നെ അതുപോലെ സിമ്മും ഒക്കെ ഇത് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ഹെൽപ്പും ഉണ്ടാവുമ്പോൾ അതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് തന്നെ ഇത് അൺബോക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ ഡിസേർട്ട് ടൈറ്റാനിയം എന്ന് പറഞ്ഞാൽ കളറാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ഇത് കണ്ടില്ലേ, ഇത് നല്ല രസമുള്ളൊരു കളർ തന്നെയാണ്. അങ്ങനെ അതേ ഒരു പയ്യനായിരുന്നു നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൻ വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ഓൺ ചെയ്തു. പിന്നെ അതിലോരോ സെറ്റിങ്സും കാര്യങ്ങളും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒക്കെ അറിയാവുന്നതൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ആദ്യം ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതേ അതിൻ്റെ കൂടെ ഒരു ചാർജറൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതേ അവൻ അതെന്നെ ഓൺ ചെയ്തു. ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു, പഴയ ഫോണിൽ നിന്ന് ഇതിലേക്ക് എല്ലാം ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മളതെല്ലാം കഴിഞ്ഞതിന് ശേഷമുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതേ അങ്ങനെ ഫോൺ ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫോൺ. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഫോണൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ പുതിയതായിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ഓരോരോ അപ്ഡേറ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിങ്ങനെ ഈ ഫോൺ പുതിയതായിട്ട് വാങ്ങി, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ. അപ്പോൾ ഈ പുതിയതായിട്ട് ഈ ഫോൺ വാങ്ങിയത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഫോണിനെ കുറിച്ചുള്ളതൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ പുതിയതായിട്ട് വന്നേക്കണത് ഈ ഇതൊക്കെയാണ്, അതായത് സൈഡിൽ ബട്ടൺ, അതൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിലിപ്പോൾ പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയാനായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഫിൽറ്ററൊക്കെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി കൂടുതലും നമുക്ക് ഉപയോഗിച്ച് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു, രാത്രിയായി. അപ്പം ഞാനിനി പിറ്റേ ദിവസം അത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ഐഫോൺ 16 എടുത്ത വിഷ്വലാണ്. അത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, പിന്നെ സെറ്റിങ്സ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ പുല്ല് വെട്ടണേ മെഷീൻ ഇങ്ങനെ പോണാർണം നമുക്ക്
ആയിരിക്കും ഇതിൻ്റെ സൗണ്ടൊന്നും അത്ര ക്ലിയർ അല്ലാത്തത്. പിന്നെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ വെറുതെ വാങ്ങി അതേ കോലത്തിൽ തന്നെ വീഡിയോ എടുക്കണതാണ്. ഇതാണ് ഇതിൻ്റെ വിഷയം. സൗണ്ട് ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല, നല്ലതായിട്ട് തന്നെ തോന്നിയായിരുന്നു. പിന്നെ ഈ വിഷ്വൽ എനിക്കറിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സെറ്റിങ്സൊക്കെ ഒരുപാടുണ്ട്. നല്ല പണിയാണ് ഈ സെറ്റിങ്സൊക്കെ ചെയ്യാൻ. അതറിയാവുന്നവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. നമുക്കൊക്കെ ഇത് നോക്കുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ അതൊന്നും നോക്കിയിട്ടില്ല. അപ്പം ഞാൻ വന്ന പാടെ തന്നെ പിറ്റേന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇവർ പറയണത് മറ്റുള്ള ഐഫോണിൽ നിന്ന് കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലായിട്ട് പുതിയ ഐഫോണിനുണ്ടെന്നാണ് പറയണത്. പിന്നെ നമ്മളിത് ഓരോന്നും ഇങ്ങനെ ഉപയോഗിച്ചും ഒക്കെ നോക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് ബാക്ക് ക്യാമറയിലെടുത്ത വിഷ്വൽസാണ്. ഇനി ഫ്രണ്ട് ക്യാമിൽ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം അത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും കുഴപ്പമില്ല, എനിക്കത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇത് എല്ലാ സെറ്റിങ്സും ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് വീഡിയോ എടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ശരിക്കുള്ള പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഫോട്ടോസ് ആണെങ്കിലും എല്ലാം ഇങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ ശരിക്കും ഇതിൻ്റെ ഇരുന്ന് ഇങ്ങനെ അതിൽ പണിത് ഇങ്ങനെ നോക്കിയിട്ട് വേണം ഇങ്ങനെ ഓരോ സെറ്റിങ്സൊക്കെ ചെയ്യാനായിട്ട്. 4K ഒക്കെ പല ഇതിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോസൊക്കെ എടുക്കാമെന്ന് യൂട്യൂബിൽ പല വീഡിയോസുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതൊക്കെ നോക്കിയിട്ട് വേണം സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരും ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ്, ഐഫോൺ ആണോ നല്ലത് അതോ സാംസങ് ആണോ നല്ലതെന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഇതിനേലും നല്ല ക്ലാരിറ്റിയും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റണ സാംസങ് ആണെന്നൊക്കെ പലരും പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിച്ച് തുടങ്ങിയാലാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാനിത് ജസ്റ്റ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള ഒരു വിഷ്വലാണ് നമ്മളിപ്പോൾ എടുത്തേക്കണത്. അപ്പം ഞാൻ സൗണ്ട് ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് വലിയ പ്രോബ്ലം ഒന്നും തോന്നണമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടൊക്കെ നമുക്ക് സൗണ്ടൊക്കെ കിട്ടുന്നുണ്ട് പഴയ ഐഫോണിൽ നിന്നൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ ഐഫോൺ 15ഉം 16ഉം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്കൊന്നും അറിയില്ല. കാരണം വെച്ചാൽ ആകെ എനിക്കൊരു മാറ്റം തോന്നിയത് ആ ഒരു ബട്ടൺ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ക്യാമറയുമായി ബന്ധപ്പെട്ട ബട്ടനാണത്. അപ്പോൾ അതിൽ ഒരുപാട് സെറ്റിങ്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഐഫോണിൽ പുതിയതായിട്ട് അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോസൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ പുതിയതല്ല എല്ലാ ഐഫോണിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ആയേക്കണതാണ്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏത് ഫോണാണ് വീഡിയോ എടുക്കാനൊക്കെ നല്ലത്, ഫോട്ടോ എടുക്കാനൊക്കെ നല്ലത് എന്നൊക്കെ ഉള്ളതൊക്കെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. ചിലവരൊക്കെ ഐഫോൺ ആയിരിക്കും, ചിലവർക്ക് ആൻഡ്രോയിഡ് ഫോണായിരിക്കും. അങ്ങനെയൊക്കെയാണല്ലോ. വിലയിലൊന്നും കാര്യമൊന്നുമില്ല, എന്താ പറയുക, പെർഫോമൻസിലാണല്ലോ കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ വാങ്ങിയത് ഐഫോൺ 16 പ്രോയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോന്നോ അല്ലെങ്കിൽ ഐഫോൺ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.